പ്രഖ്യാതമായ ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 32ാമത്തെ തൂക്കമാണ് അല്പസമയത്തിനകം തന്നെ ഈ ക്ഷേത്രത്തെ പ്രദക്ഷിണം വയ്ക്കുക. ശില്പ, നേരത്തെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനായി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി അതിയായ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ എത്തിയ ആ അമ്മമാരും മാതാപിതാക്കൾ ഒരേ സ്വരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തെന്നല്ലാത്ത ആഹ്ലാദമാണ്, സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നേരത്തെ ശില്പ പറയുകയുണ്ടായി, അമ്മ കണ്ണീർ പാർക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു ആനന്ദാശ്രുവാണ് അല്ലേ? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെന്നല്ല ഏതൊരു കുഞ്ഞിനെ കാണുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വാത്സല്യമുണ്ട്. അപ്പൊ ഇവിടേക്ക് വരുന്ന അമ്മമാരെല്ലാവരും ഒരുപാട് കാത്തിരുന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ അമ്മമാരുണ്ട് അതില്. അതല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കിട്ടിയ അമ്മയ്ക്ക് കുഞ്ഞിനെ തൂക്കനേർച്ചയ്ക്കായി കൊണ്ടുവന്ന അമ്മമാരുണ്ട്. അപ്പൊ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് അമ്മയ്ക്ക് മുന്നിലേക്ക് വരുന്നത്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ തൂക്കനേർച്ചയ്ക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു നിർവൃതിയുണ്ട്. കാരണം തങ്ങളുടെ ആഗ്രഹങ്ങൾ അമ്മ സബലീകരിച്ചു തന്നതിന്റെ വിളിപ്പുറത്ത് എത്തുന്ന അമ്മയാണ് കൊല്ലങ്കോട്ട് പ്രാർത്ഥന. അമ്മ കേട്ടല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് മുന്നിലിതാ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ആ നന്ദി പറയാൻ വേണ്ടി അല്ലേ, അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ജീവിതം സുരഭിലമായി സന്തോഷമായി ആഹ്ലാദമായി ജീവിതത്തിന്റെ ഓരോ പ്രതീക്ഷകളും അമ്മയ്ക്ക് മുന്നിലാണ് സമർപ്പിക്കുന്നത്. ആ സ്വപ്നങ്ങളൊക്കെയും അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് ഏത് പ്രതീക്ഷയായി കഴിഞ്ഞാലും, ഏത് സ്വപ്നങ്ങളായി കഴിഞ്ഞാലും, ഏത് ആഗ്രഹങ്ങളായി കഴിഞ്ഞാലും കൊല്ലങ്കോട് അമ്മ അത് അനുഗ്രഹിച്ചു തരും. അത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനയാണെങ്കിൽ അത് അങ്ങനെയാണ് ഈ തൂക്കം നടക്കുന്നത്. 1124 കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ വന്നത്. ശ്രദ്ധിച്ചൊരു കാര്യം പറയാം, 1724 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതിന്റെ യാതൊരുവിധ തിരക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കില്ല. കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കിപ്പോ അനൗൺസ്മെന്റ് കേൾക്കാം. കൃത്യമായ രീതിയിൽ ക്രമീകരണങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് ഓരോ രജിസ്റ്റർ നമ്പർ കൊടുത്തുകൊണ്ട് ആ രജിസ്റ്റർ നമ്പർ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇവിടെ തയ്യാറാക്കി നിർത്തണം. തൂക്കക്കാർ നിയോഗിക്കപ്പെട്ട ഓരോ കുഞ്ഞുങ്ങൾക്കും നിയോഗിക്കപ്പെട്ട തൂക്കക്കാരുണ്ട്. ആ തൂക്കക്കാർ ക്രമ നമ്പർ വിളിക്കുമ്പോൾ തയ്യാറായി നിൽക്കണം. പിന്നീട് അതിനനുസരിച്ച് തന്നെയാണ് ഇവരെ ആ ബെൽറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ശാരീരികമായിട്ടുള്ള ആ ഒരു സുരക്ഷിതത്വം ആ തേരിൽ ഉയരുകയാണ്. ആ സുരക്ഷിതത്വം 40 അടി ഉയരത്തിലേക്കാണ് ഉയരുന്നത്. അപ്പോൾ ആ സുരക്ഷിതമായിട്ട് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ അത് ഓരോരോ ഘട്ടമായിട്ടാണ്. അതിനുള്ള വളണ്ടിയേഴ്സ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ സമയത്തേക്ക് എത്തിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളെ ഇത്ര നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവരുടെ ഏറ്റവും വലിയ എന്താ പറയാ. അതെ, ഇപ്പൊ ശില്പ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമ്പോൾ 32ാമത്തെ ഈ വണ്ടിയാണ് ഇപ്പോൾ ഈ ദേവി ക്ഷേത്രത്തെ വെങ്കഞ്ഞി മുടിപ്പുരിയെ വലം വെച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ട് തിരുസന്നിധിയിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനെ 1124 കുഞ്ഞുങ്ങളെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ 1 മണിക്കൂറിൽ ഏകദേശം 15 മുതൽ 19 വരെ പ്രദക്ഷിണമാണ് വരുന്നത്. കാരണം 187 വണ്ടികളാണ് അമ്മയെ വലം വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇത് രാത്രിയാകും ഇനി കഴിയാൻ. അതെ, ഒരുപക്ഷെ രാത്രിയും പിന്നിട്ട് പുലർച്ചെ വരെ ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ വെയില് മങ്ങിയ അല്ലെങ്കിൽ അത്രത്തോളം ചൂടില്ല. ഇനി ഉച്ചയോടെ ചൂട് കൂടുമ്പോൾ ഇത്തരത്തിൽ വേഗത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പ്രദക്ഷിണം വയ്ക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ആ തൂക്കക്കാർ ക്ഷീണിക്കും. ഇതിന്റെ തേര് വലിക്കുന്നവർ അതും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലെ. ഈ തേര് വലിക്കുന്നവർ അവരും വ്രതാനുഷ്ഠാനങ്ങളോടെ തന്നെയാണ്. കാരണം അവര് ജയ്കാളി എന്ന് വിളിച്ചുകൊണ്ടാണ് ആ തേര് വലിച്ചു തുടങ്ങുന്നത്. അതെ, വലിയ ഭാരമുള്ള തേരാണ്. അത് വലിക്കാനുള്ള ശാരീരിക ക്ഷമത അത് അവര് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ തന്നെയാണ് ആർജിക്കുന്നത്, സ്വന്തമാക്കുന്നത്. ഈ തൂക്കക്കാരും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ തൂക്കക്കാരുടെ പ്രതികരണങ്ങളൊക്കെയും തേടിയപ്പോൾ അവരൊക്കെയും പറഞ്ഞൊരു കാര്യമുണ്ട്. 3ാമത്തെ ഉത്സവം മുതലാണ് തൂക്കക്കാർ ഇവിടെ എത്തുന്നത്. തൂക്കക്കാരുടെ തെരഞ്ഞെടുപ്പ് അന്ന് മുതൽ ഇന്ന് വരെ സൂര്യ നമസ്കാരം, അതിന് രാവിലെയും വൈകിട്ടും നമസ്കാര ചടങ്ങുകൾ എന്ന് തന്നെയാണ് പറയുക. പ്രത്യേക ഈ കളരിയുടെ വേഷവിധാനങ്ങളോടെയാണ് അവർ അണിഞ്ഞൊരുങ്ങി ഈ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തുന്നത്. പിന്നീട് പ്രത്യേക ചടങ്ങുകളാണ്, ആചാര അനുഷ്ഠാനങ്ങളോടെ തന്നെയാണ് ആ ഒരു ക്രമീകരണങ്ങളോടെ തന്നെയാണ് ആ നമസ്കാര ചടങ്ങുകൾ നടക്കുക. ആ നമസ്കാര ശില്പ പറഞ്ഞതുപോലെ തന്നെ അതിന് കൃത്യമായ ആചാരങ്ങളുണ്ട്, വേഷവിധാനങ്ങളുണ്ട്, ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെ അതുകൂടാതെ ഈ 7 ദിവസം അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. വീടുകളിലേക്ക് പോകാൻ പാടില്ല, ബന്ധുക്കളുമായിട്ടുള്ള സമ്പർക്കം പാടില്ല. അങ്ങനെ അവർ എല്ലാ ക്രമീകരണങ്ങളോടെ തന്നെ
ഇവിടെ നിൽക്കുമ്പോൾ ഈ തൂക്ക് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവരെ കാണാൻ വരും. അതെ, ജീവിതത്തിലെ വരുന്ന മാറ്റമാണ് ഞാൻ ചിന്തിക്കുന്നത്. 7 ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് ഇവിടുന്ന് വേറെ എവിടേക്കും പോകുന്നില്ല, പുറത്തുള്ള ആഹാരങ്ങളില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ അത് കൃത്യമായി നടത്തി കാണിച്ചു കൊടുക്കുന്നത് നമ്മളൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൂടിയുണ്ട് അല്ലേ? കാരണം നമ്മുടെ ഭക്ഷണമൊക്കെ നല്ലപോലെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് തരുന്ന ഒരു ഉണർവുണ്ട്, ഒരു ഉന്മേഷമുണ്ട്. അതും ഒരു ഭക്തി നിർഭരമായ ഒരു മനസ്സോടെയാണ് അവരിവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശില്പ പറഞ്ഞ പോലെ ഒരു ആത്മസമർപ്പണം കൂടാതെ ഒരു ആത്മബന്ധവും ഉണ്ടാകുന്നു ഈ തൂക്കക്കാര് തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ, അവരുടെ വീട്ടുകാർ തമ്മിൽ, അല്ലേ? അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും അമ്മയുടെ സന്നിധിയിൽ ഒന്നായി ചേരുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞു, ഈ നിയോഗിക്കപ്പെട്ട തൂക്കക്കാരെ കാണാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങള്, മാതാപിതാക്കൾ, അവരുടെ ബന്ധുക്കൾ വരും. അവർ വരുമ്പോൾ അവർക്കുള്ള ഫലങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോ ആ വീട്ടുകാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇവർക്കുണ്ടാകുന്നു. അത് പലപ്പോഴും ഈ തൂക്കം കഴിഞ്ഞു പോയി കഴിഞ്ഞാലും അവരുടെ ഒരു ആത്മബന്ധമുണ്ട്. അമ്മയുടെ കൈകളിലേക്കാണ് ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നത്. ആ അമ്മമാരാകാൻ നിയോഗിക്കപ്പെട്ടവരാണ് ആ സമയത്ത് തൂക്കക്കാർ. അവരെയും ആ ഭയഭക്തിയോടെ തന്നെയാണ്, സ്നേഹത്തോടെയാണ് സേവകരാവുക എന്ന് പറയുന്നത്. ഒരു നിമിഷത്തേക്ക് അമ്മ തന്നെയായി മാറുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഇതിൽ 17, 20, 25 വർഷമൊക്കെ ആയി തൂക്കക്കാരാകുന്നവരുണ്ട്. വീണ്ടും എത്തുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നൽകുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ പ്രതികരണം കേട്ടതുപോലെ, ഒരു തവണ ഈ തൂക്കക്കാരായ നിയോഗിക്കപ്പെട്ടവർ പിന്നെയും അടുത്ത വർഷവും ഞങ്ങൾക്ക് ഇനിയും ആ ഒരു സൗഭാഗ്യം ഉണ്ടാകണം, ആ ഒരു നിയോഗം ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടെയാണ് വരുന്നത്. കാരണം അവര് അമ്മയ്ക്ക് മുന്നിൽ അത്തരത്തിലുള്ള നിയോഗം ലഭിക്കുന്നതിന് ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്, അല്ലേ? അങ്ങനെ അവർ ഓരോരുത്തരും ഓരോ വർഷവും ഞങ്ങളുണ്ട് നിങ്ങൾ ഈ തൂക്ക നേർച്ചയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. പിന്നീട് ആ പറയുന്ന എല്ലാവർക്കും ഈ ചടങ്ങിന്റെ ഭാഗമാകാനും കഴിയില്ല. നേരത്തെ സംഘാടകർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് കൃത്യമായ രീതിയിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആരോഗ്യ പരിശോധനയുണ്ട്, മറ്റ് അനുബന്ധമായ പരിശോധനകളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ശാരീരികമായി ആചാരപരമായ ചിട്ടാവട്ടങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ ആചാരങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം 500ഓളം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൽ. അപ്പൊ ഇത്ര വർഷക്കാലമായി അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തൂക്കം ഈ ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്. പക്ഷെ ഇന്നും അതിന്റെ തനിമയോടുകൂടി അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശരിക്കും വലിയൊരു ആചാര സംരക്ഷണം കൂടിയാണ് അല്ലെ? അപ്പൊ അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ്. അതായത് ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോ നിൽക്കുന്നത് പച്ചപ്പന്തലിന്റെ അടുത്താണ്. ഈ ദേവിയെ കുടിയിരുത്തി പച്ചപ്പന്തലാണ് നമുക്ക് പുറകിൽ ഈ കാണുന്നത്. ഇവിടേക്കാണ് തൂക്കക്കാർ കുഞ്ഞുങ്ങളുമായി വന്ന് പച്ചപ്പന്തലിൽ തൊഴുതിട്ട് വേണം മടങ്ങാൻ എന്ന് കുറച്ചു മുന്നേ ഇവിടെ വലിയൊരു, എനിക്ക് തോന്നുന്നു അമ്മയുടെ മുന്നിലേക്ക് തൂക്കക്കാരുടെ ഒപ്പം ആ കുഞ്ഞുങ്ങൾ എത്തുമ്പോ അവളാണ് ആ ഒരു ചടങ്ങ് പൂർത്തിയാകുന്നത്. കാരണം അമ്മയുടെ പ്രതീകമാണല്ലോ തൂക്കക്കാര്. അപ്പൊ അവരുമായി കുഞ്ഞുങ്ങളുമായി എത്തുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു വലിയ ആചാരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം ആചാരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐക്യത്തെ കൂടി കാണിക്കുന്നത്. ഇവിടേക്ക് എത്തുന്ന ആളുകള് ഒരു ഹൈന്ദവ ഐക്യം ഇവിടെ കാണാൻ സാധിക്കും. ഹൈന്ദവ ഐക്യമല്ല, എല്ലാ മതത്തിലും തമിഴ്നാടിന്റെ ഭൂമിയാണ് അല്ലേ? ആ ഹൈന്ദവ വിശ്വാസത്തിനെതിരെയുള്ള ആ ഒരു കടന്നുകയറ്റം കൂടി നടക്കുന്ന ഒരു മണ്ണാണ്. സ്റ്റാറിന്റെ ആ ഭരണകൂടത്തിന്റെ ആ ഒരു ഉരുക്കുവൃഷ്ടിയെ കൂടി ആ പ്രതിസന്ധികളൊക്കെ കൂടി തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള മഹാ ഉത്സവം നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബക്കാർക്ക് എന്നാലും ഈ തുകയിൽ ഏറേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞിന് പകരം ഈ പഠിച്ച പിടിച്ചുകൊണ്ടാണ് തുകയിലേറുക. അപ്പൊ അവിടെയും അത് കൃത്യമായ ചിട്ടകളുണ്ട് എന്നുള്ളതാണ്. കാരണം കുഞ്ഞു വന്നില്ല എന്ന് പറഞ്ഞ കുടുംബക്കാർക്ക് മാറി നിൽക്കാനും സാധിക്കില്ല. ആ ആചാരം അവിടെ അവര് പൂർണ്ണമാക്കേണ്ടതുണ്ട്, ആ ഒരു വിശ്വാസത്തെ പൂർണ്ണമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതെ, അത്തരത്തിൽ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ആചാര അനുഷ്ഠാനമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അത് ആ ഒരു ഭൂമിക കൂടിയാണ് ഈ കൊല്ലംകോടി. ഇവിടെ തോന്നുന്നു ആ തൂക്കക്കാരനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. ചേട്ടാ പേരെന്താണ്?
ചേട്ടന്റെ കുടുംബത്തിലുള്ള കുഞ്ഞാണോ? ഓ ഇതിന്റെ ചേട്ടന്റെ കുഞ്ഞാണോ? എങ്ങനെയാണ് അമ്മയുടെ മുന്നിലേക്ക് കുഞ്ഞിനെ എത്തിക്കുമ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, ഈ അമ്മയുടെ അനുഗ്രഹം അത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ തുണ തന്നെ ഉള്ളൂ. വേറൊന്നും വ്യക്തം ചെയ്യാനേ പറ്റുന്നില്ല. ഈശ്വരാ, ഇവിടെ തന്നെ വീട് ഇവിടെ അടുത്താണോ? ഇല്ല, ട്രിവാൻഡ്രത്താ, മണക്കാട് ആറ്റുവ ക്ഷേത്രത്തിന്റെ അവിടെ. ചേട്ടൻ ഇത് ആദ്യമായിട്ടാണോ തൂക്കനേർച്ചയുടെ ആദ്യത്തെ വർഷമാണ്? എങ്ങനെയുണ്ട് അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ഒരു സേവകനായി മാറുമ്പോൾ ഒരു അനുഭവം എങ്ങനെയാണ്? നല്ലൊരു ഫീൽ ഉണ്ട് ഇവിടെ ആദ്യമായിട്ട് നിന്നപ്പോ. ആ ഒരു സന്തോഷമുണ്ടല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. കാരണം ആ ഒരു നിയോഗം തന്നെയാണ്, എല്ലാവർക്കും ഇത് ലഭിക്കില്ല. ആ ഒരു സന്തോഷം കൂടി ഉണ്ടല്ലേ. പറയാനൊന്നും പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. എന്തായിരുന്നു ഈ പ്രാർത്ഥന, ഈ അമ്മയെ കാണാനും വരാനും ഒക്കെയുള്ള ഒരു പ്രാർത്ഥന എന്തായിരുന്നു? അങ്ങനെയല്ല, ഞാനും എന്നെയും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ അനിയത്തിമാരെ അനിയന്മാരെ എല്ലാവരും നിർത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ പിള്ളയ്ക്കും എനിക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷം എല്ലാ തന്നെയാണല്ലേ. മക്കൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ടല്ലേ ഈ തിരുനടയിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന മെയിൻ കാരണമേ. എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞൂടാ. അയ്യോ, അൺഎക്സ്പെക്ടഡ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് എല്ലാവർക്കും പറയാൻ. അമ്മയുടെ ആ ഒരു മഹാത്മ്യം തന്നെയാണ്, അമ്മയുടെ ഒരു മഹിമ തന്നെയാണ്, ആ അനുഗ്രഹം തന്നെയാണ്. വാക്കുകൾക്ക് അതീതമാണ് ആ ഒരു സന്തോഷം, വാക്കുകൾക്ക് അതീതമാണ് ആ ഒരു ഭക്തി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ത് ഉഷാറിലാണോ കുഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. അതെ അതെ അതെ.